വെടിയൊച്ചകൾ സമാധാനകാംക്ഷികളുടെ സ്വൈര്യം കെടുത്തുന്നതാണ് ഇന്നലെ രാത്രിയും നമ്മൾ കണ്ടത്. മധ്യപൂർവേഷ്യ സംഘർഷഭരിതമായി തുടരുകയാണ്. ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിയിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്ത ആക്രമണവും നടത്തി. ടെലവീവിലും വെസ്റ്റ് ബാങ്കിലും ഇറാന്റെ ആക്രമണം. ഇസ്രയേലിന് നേരെ ഹിസ്ബുല്ലയും ആക്രമണം തുടങ്ങി. ബഹ്റൈനിലെ മനാമയിലെ സൽമാൻ തുറമുഖത്ത് ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും ഇറാൻ സൈന്യവും ആയുധം താഴെ വെച്ചില്ലെങ്കിൽ മരണം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ പ്രതിനിധികൾ റെഡിയായി കഴിഞ്ഞു. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ, അതുപോലെ പി ജെയിംസ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് റഹീസ്. ദുബൈയിലെ സാഹചര്യങ്ങളായിരിക്കും റഹീസ് പറയുക. അതുപോലെ അമേരിക്കയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരും. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെക്കുറിച്ച് പറയാൻ ബൽറാം നെടുങ്ങാടിയും തത്സമയം വരികയാണ്. ആദ്യം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ഒരു രാത്രി കൂടി കടന്നു പോകുമ്പോൾ അശാന്തി തുടരുകയാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രവാസികളൊക്കെ ഒരുപാട് ഇവിടെ നിന്ന് ഗൾഫ് നാടുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആശങ്കയും വർദ്ധിക്കുന്നു. തീർച്ചയായും SK, ആ പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണ്. പ്രത്യേകിച്ച് അത് മലയാളികളെ സംബന്ധിച്ച് വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഈ പ്രതിസന്ധി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രവാസി മലയാളികൾ അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ തന്നെ നട്ടെല്ലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ പ്രവാസി മലയാളികൾ ഏറ്റവും അധികം ഉള്ളത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. 6 GCC രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ 6 രാഷ്ട്രങ്ങളാണ് പ്രധാനമായ നമ്മുടെ കേരളത്തിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയാവുന്നത്. അവർക്കും ഇപ്പോഴൊരു ആശങ്കയാണ്. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഈ യുദ്ധങ്ങളിലൊന്നും പങ്കാളികളല്ലാത്ത ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെപ്പോലും അവരെ ആക്രമിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവം ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ പങ്കാളികളാക്കിയേക്കുമോ എന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് UAE സംബന്ധിച്ച് UAE ഒന്നും ഒരു കാലത്തും ഒരു യുദ്ധത്തിലേക്ക് എടുത്തുചാടപ്പെടും അല്ലെങ്കിൽ UAE ആക്രമിക്കപ്പെടും എന്നൊന്നും കരുതുന്നവരല്ല. അങ്ങനെ അവിടെ ഹാപ്പിനെസ്സിനൊരു മന്ത്രാലയം പോലും ഉള്ള ഒരു രാജ്യമാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് പോലും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇപ്പോഴത്തെ ഈ യുദ്ധം. അതിനെ മറികടക്കാൻ കഴിയും എന്ന കാര്യത്തിൽ അവിടുത്തെ ഭരണാധികാരികൾക്കും ഭരണ നേതൃത്വത്തിനും ഒന്നും ഒരു സംശയവുമില്ല. പക്ഷേ അത് ഇടയ്ക്കിടെ ഇങ്ങനെയുണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ ഇന്നലെ അടിയന്തിരമായി തന്നെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിദേശമന്ത്രിമാർ അവർ യോഗം ചേർന്ന് ഇതിനെ അപലപിച്ചിരുന്നു. ഇറാന് നേരത്തെ തന്നെ UAE മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ആക്രമണം അയൽക്കാരോടല്ല വേണ്ടൂ എന്നായിരുന്നു UAE വിദേശമന്ത്രി പ്രതികരിച്ചിരുന്നത്. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് പ്രതികരിച്ചിരുന്നത്. അത് ഈ നിലയിലുള്ള ആക്രമണം നടക്കുമ്പോൾ അത് സ്വാഭാവികമായും അത് ആ രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ ഏതാണ്ട് 90 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ ഈ 6 GCC രാഷ്ട്രങ്ങളിലും ഉണ്ട് എന്നാണ് ഏകദേശ കണക്കുള്ളത്. ഇതിൽ കൂടുതലും മലയാളികളാണ്. ഏറ്റവും അധികം പേർ 34 ലക്ഷം പേരാണ് UAE-യിലുള്ളത്. 26 ലക്ഷം പേർ സൗദിയിലുണ്ട്. കുവൈറ്റിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം പേരുണ്ട്. ഒമാനിൽ ഏതാണ്ട് 7.5 ലക്ഷത്തിലേറെ പ്രവാസികളുണ്ട്. ഖത്തറിൽ 7.5 ലക്ഷത്തോളമുണ്ട്. ബഹ്റൈനിലുണ്ട് ഏതാണ്ട് 3.5 ലക്ഷത്തോളം പ്രവാസികൾ. അങ്ങനെ ഈ നിലയിൽ നിരവധി പ്രവാസികൾ. ഇത് മാത്രമല്ല, അപ്പുറം ഈ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള ഇറാനെ ആക്രമിച്ച രാജ്യമാണ് ഇസ്രായേൽ. അവിടെ ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രവാസികളാണ് ഉള്ളത്. ഇറാനിൽ തന്നെ ഏതാണ്ട് 5000-ഓളം പേരുണ്ട്. അങ്ങനെ ഈ യുദ്ധം മലയാളികളെ കൂടി ഇന്ത്യക്കാരെ കൂടി ബാധിക്കുന്ന നിലയിലേക്ക് അവർക്ക് ഒരു അരക്ഷിതാവസ്ഥയും അശാന്തിയും ഒക്കെ സൃഷ്ടിക്കുന്ന നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് പല മേഖലകളിൽ തന്നെ അതിൻ്റെ പ്രതിഫലനം പ്രകടമാണ്. ഒരിക്കലും അടക്കില്ല എന്ന് കരുതിയിരുന്ന വിമാനത്താവളമാണ് ദുബായിലേത്. ദുബായ് വിമാനത്താവളം ഇപ്പോൾ അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ അത് മാത്രമല്ല, അവിടുത്തെ വിമാന സർവീസുകൾ, ആ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഏതാണ്ട് താറുമാറായ നിലയിലാണ്. അത് വിമാന കമ്പനികളെ സാരമായി ബാധിക്കുന്നുണ്ട്. അത് വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിന് ഇടയാക്കിയേക്കാം. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രതിസന്ധികളുണ്ട്. അത് ഇറാൻ പറയുന്നത് ഞങ്ങൾ ആക്രമിക്കുന്നത് ഈ ഞങ്ങളുടെ അയൽക്കാരായ രാജ്യങ്ങളെയല്ല, ഗൾഫ് രാജ്യങ്ങളെയല്ല, അവിടെയുള്ള US-ന്റെ സൈനിക താവളങ്ങളെയാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. അത് എല്ലാ രാജ്യങ്ങളിലേക്കും ഒമാനെ ആക്രമിക്കില്ല എന്നാണ് കരുതിയത്. കാരണം ഒമാൻ
ഈ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച രാജ്യമാണ്. അത് ഇറാനും അമേരിക്കയുമായുള്ള പ്രശ്നം മധ്യസ്ഥതയിലൂടെ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ചർച്ചകൾക്ക് മുൻകൈ എടുത്തത് ഒമാനായിരുന്നു. ഒമാനെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഒമാനിൽ ഒരാക്രമണവും നടന്നിരുന്നില്ല, മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നടന്നപ്പോഴൊക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്തും ആക്രമണം നടത്തി. എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു. അത് സാങ്കേതികമായി അവർ അടയ്ക്കില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഇപ്പോഴവിടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം, അതായത് കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ പോകുന്നത് ലോകത്ത് തന്നെ ലോക വിപണിയിൽ ഏതാണ്ട് 20% ഈ എണ്ണയുടെ വ്യാപാരം നടക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴി. അവിടെ അതുവഴിയാണ് എണ്ണ ടാങ്കറുകൾ കടന്നു പോകുന്നത്. മാത്രമല്ല ഖത്തർ ദ്രവീകൃത പ്രകൃതിവാതകം LNGയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, ഉൽപ്പാദന കേന്ദ്രമാണ്. അതും ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കപ്പലുകളെല്ലാം ഹോർമുസ് കടലിടുക്കിനപ്പുറത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. അതുവഴി ഈ ഒരു യുദ്ധമേഖല, സംഘർഷ മേഖലയായതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോകാൻ ഈ എണ്ണക്കപ്പലുകൾ തയ്യാറാകുന്നില്ല, അതിൻ്റെ കമ്പനികൾ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പ്രതിസന്ധി എത്രയും വേഗം ഒഴിയട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഏതാണ്ട് 4 ആഴ്ചയോളം സമയമെങ്കിലും എടുക്കും. ഇറാൻ എന്നതൊരു വലിയ രാജ്യമാണ്, അത് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിന് ഏതാണ്ട് 4 ആഴ്ചയോളം സമയം എടുക്കുമെന്നാണ്. പക്ഷേ ഇറാൻ ആകട്ടെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിൽക്കുകയാണ്, ഒരിക്കലും കീഴടങ്ങില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആക്രമണം ശക്തമാക്കും എന്നവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു അങ്ങനെ ഏതെങ്കിലും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് താങ്ങാനുള്ള, അതിൻ്റെ പ്രത്യാഘാതം താങ്ങാനുള്ള ശേഷി ഇറാൻ ഉണ്ടാവില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്നു. അതിനിടെ GCC രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാർ യോഗം ചേർന്ന് ഇറാൻ ഈ ആക്രമണം തുടരുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ അവർ അപലപിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആക്രമണം ഇറാനെതിരെ വേണ്ടി വന്നാൽ നടത്തിയേക്കാം എന്ന തരത്തിലാണ് ഈ യോഗം പിരിഞ്ഞിട്ടുള്ളതും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.